നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമറ്റുള്ള അഫറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ഏസ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ അവർ അത്രയും കൊതിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ റിലേഷനോട് തിരികെ വരാൻ ഒരു ആക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാറി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് ഒരു അകൽച്ച വെച്ച സമയം മുതൽ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അവരത്രയും തിടുക്കം കാണിക്കുന്ന എനർജിയാണ് കാണുന്നത് കേട്ടോ. ടു ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ ഒരു കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. റിലേഷൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ആളുടെ കൂടെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഫ്രണ്ട്സോ കൊളീഗ്സോ അങ്ങനെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു മാനിപ്പുലേഷനിൽ ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഇവർ ഈ റിലേഷനിൽ അവരുടെ മനസ്സിൽ അത്രയും സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ വേണമെന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് അവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മൈൻഡ് പവർ അവർക്ക് കിട്ടുന്നില്ല, ഒരു ആക്ഷൻ ഇടാൻ അല്ലെങ്കിൽ റിലേഷൻ വേണ്ടിയിട്ട് എനിക്ക് റിലേഷൻ വേണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിലോട്ട് വരാനുള്ള ഒരു മൈൻഡ് പവർ അവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അത്രയും കുതിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടു ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ അവർ ഈ ഒരു റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുന്ന കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കണക്ഷൻ അല്ല. ഇത്രയും തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുക എന്നുള്ളത് അത്രയും റിസ്ക് ആണ് എന്ന് കരുതിയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ കൂടി കാണുന്നുണ്ട് കേട്ടോ. ദ എംപറർ എനർജിയാണ്. അവരുടെ ലൈഫിൽ ചിലപ്പം ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാവാം, അവരുടെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ, അവരുടെ മുകളിൽ അധികാരമുള്ള ഒരു പേഴ്സൺ. അവർ ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഓക്കെ ആവില്ല, അതിലോട്ട് പോകരുത്, അത് നല്ലതല്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻ അല്ല എന്നുള്ള രീതിയിലൊക്കെ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ കൺട്രോളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതൊക്കെ എതിർത്തുകൊണ്ട് ഒരു ആക്ഷൻ ഇടാൻ പറ്റാതെ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഭയങ്കരമായിട്ടൊരു കൺട്രോളിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അവർക്കൊരു തീരുമാനം സ്വയം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളിലേക്ക് വരണം എന്നുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരു ആക്ഷൻ ഇടാൻ അവർക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. പേജ് ഓഫ് വാൻസ് എനർജിയാണ്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു ഹായ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ അവർ ശ്രമിക്കാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ഷൻ ഇടണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട്. അവർക്കൊരു ഇമോഷണൽ പുള്ളുണ്ട് നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള ചാൻസാണ് കാണുന്നത് കേട്ടോ. ത്രീ ഓഫ് സോഴ്സ് എനർജിയാണ്. സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നത് അവരെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആക്കുന്നുണ്ട്. അവർക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് റിലേഷനോട്ട് വരാത്തത്. എന്നാൽ നിങ്ങളെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു പെയിൻ അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അവരതിൻ്റെ ഒരു വേദന ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഈ റിലേഷനെ വേണ്ട എന്ന്, കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. വെയിറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ അവർക്കൊരു കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർക്ക് ഒരു പ്ലാൻ ചെയ്ത് ഈ റിലേഷനിൽ ഒരു ആക്ഷൻ ഇടാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ.
ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആൾക്ക് നിങ്ങളോട് സംസാരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നന്നായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് അത്രയും വേദനയുള്ള ഒരു കാര്യമാണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ഫെബ്രുവരി, നവംബർ 1985, 1997, ലെറ്റർ ബി, ഒക്ടോബർ 1994, ജൂൺ, സെപ്റ്റംബർ, കൊല്ലം, ലെറ്റർ സി 2001, കോട്ടയം, ചോതി, ചിത്തിര, പൂരം 1999, ആയില്യം, കാർത്തിക. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.